17ാം നൂറ്റാണ്ട് മുതൽ നമ്മുടെ കൂടെ കൂടിയ ഒരു വിഭവമുണ്ട്. ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഡിന്നറിനും നമ്മൾ സ്ഥിരമായി കഴിക്കുന്നൊരു വിഭവം. മഹത്തായ മറാത്ത സാമ്രാജ്യവുമായി ചരിത്രം പങ്കിടുന്ന ഈ വിഭവം ഇന്ന് ഇന്ത്യക്കാർ 300-ൽ പരം രീതികളിൽ ഉണ്ടാക്കുന്നു. ഇന്ത്യക്ക് പുറത്തും ഇതിൻ്റെ പ്രചാരണം വളരെ ഏറിക്കൊണ്ടിരിക്കുന്നു. ദ ഇന്ത്യൻ സാമ്പാർ. സാമ്പാറിൻ്റെ ചരിത്രം അറിയണമെങ്കിൽ ആദ്യം മറാത്ത സാമ്രാജ്യത്തെക്കുറിച്ച് അറിയണം. ഷാഹുജി ഭോസ്ലെയ്ക്കും ജീജാബായിക്കും 3 ആൺകുട്ടികൾ ജനിച്ചു. ശിവജി, ഇക്കോജി, സംഭാജി. ശിവജിക്ക് 2 മക്കൾ ജനിക്കുന്നു, സാംബോജി ആൻഡ് രാജാറാം. ഇക്കോജിക്ക് 3 മക്കളും, സർഫോജി, തെക്കോജി ആൻഡ് ഷാഹുജി. കൊല്ലം 1674 ശിവജി മറാത്ത സാമ്രാജ്യം സ്ഥാപിച്ചു. ഇക്കോജിയെ പടത്തലവനായി നിയമിച്ചു. മഹാരാഷ്ട്രയും കർണാടകയും ഗുജറാത്തും മധ്യപ്രദേശും ഉത്തർപ്രദേശും അടങ്ങിയതായിരുന്നു മറാത്ത സാമ്രാജ്യം. അന്ന് പ്രശസ്തമായ തഞ്ചാവൂർ കീഴടക്കാൻ വേണ്ടി ഇക്കോജിയെ തഞ്ചാവൂരിലേക്ക് അയച്ചു. 1675 ഇക്കോജിയുടെ നേതൃത്വത്തിൽ തഞ്ചാവൂർ മറാത്ത സാമ്രാജ്യത്തിൻ്റെ ഭാഗമായി മാറി. ശിവജിക്ക് ശേഷം മറാത്ത സാമ്രാജ്യം ഭരിച്ചത് അദ്ദേഹത്തിൻ്റെ മൂത്ത പുത്രനായ സാംബോജി ഒന്നാമനായിരുന്നു. ഒരു ദിവസം മറാത്ത സാമ്രാജ്യം ഭരിക്കുന്ന സാംബോജി രാജാവ് തഞ്ചാവൂർ ഭരിക്കുന്ന ഷാഹുജി ഒന്നാമനെ കാണാൻ തഞ്ചാവൂരിലേക്ക് എത്തുന്നു. മഹത്തായ മറാത്ത സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തിയെ സ്വീകരിക്കാൻ വേണ്ടി ഒരു പുതിയ വിഭവം തന്നെ ഉണ്ടാക്കാൻ ഷാഹുജി മഹാരാജാവ് തൻ്റെ കൊട്ടാരത്തിലെ പാചകക്കാരെ ഏർപ്പെടുത്തുന്നു. അന്ന് വരെ പ്രചാരണത്തിലുള്ള ഒരു മഹത്തായ വിഭവമായിരുന്നു അമൃതി ദാൽ. തൂർ ദാലും മഞ്ഞൾപ്പൊടിയും തക്കാളിയും ഉണങ്ങിയ കുക്കുവും അതിൻ്റെ കൂടെ കുറച്ച് ശർക്കരയും ചേർത്തുണ്ടാക്കുന്ന അമൃതി ദാലിൽ നിന്ന് തൂർ ദാലിൻ്റെ പകരം മൂങ് ദാലും മഞ്ഞൾപ്പൊടിയും കുറച്ച് പച്ചക്കറികളും ചേർത്തു ഒരു പുതിയ വിഭവം തന്നെ ആ പാചകക്കാരുണ്ടാക്കുന്നു. അതിഥിയായ സാംബോജി മഹാരാജാവിന് ആ വിഭവം വളരെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ സാംബോജി മഹാരാജാവിനോടുള്ള ആദര സൂചകം ആ വിഭവത്തിന് സാമ്പാർ എന്ന പേരും നൽകുന്നു. ഇങ്ങനെയാണ് സാമ്പാറിൻ്റെ ഉത്ഭവം എന്ന് പറയപ്പെടുന്നത്.